അമ്മമാരുടെ സ്നേഹം ഭയങ്കര അൺകണ്ടീഷണൽ ആണെന്ന് നമ്മൾ പറയില്ലേ. ഈ ലോകത്ത് തിരിച്ചൊരു റിട്ടേണും പ്രതീക്ഷിക്കാണ്ട് നമ്മളെ ഭയങ്കര അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നത് അമ്മമാർ മാത്രമല്ലേ. ഈ പ്രാവശ്യം ഞാൻ വയനാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം രാത്രി അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. ആളപ്പം തന്നെ എവിടുന്നൊക്കെയോ കുറേ പഴവും ഒപ്പിച്ച് ഒരു കൂട്ട് റെഡിയാക്കി വെച്ചു കേട്ടോ. അടുപ്പിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞ് രാത്രി അടുപ്പും കത്തിച്ച് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടിയിട്ടാണ്, മൂപ്പരാളുടെ മോക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ കുഞ്ഞൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു ചെറിയ ആഗ്രഹം പോലും സാധിക്കാണ്ട് പോകരുതെന്ന് വിചാരിച്ചിട്ട്. നമുക്ക് അമ്മമാർക്ക് നമ്മളെപ്പോഴും മക്കൾ തന്നെയാണ്. ആ ഒരു സ്കൂളിലുള്ള മക്കൾ എന്ത് വാശി പിടിച്ച് ചോദിച്ചാലും വാങ്ങിത്തരും, അല്ലാണ്ട് ചോദിച്ചാലും വാങ്ങിത്തരും, സ്നേഹത്തോടെ ചോദിച്ചാലും വാങ്ങിത്തരും. അതൊക്കെ വേറെ ആരാലേ? നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ഒരാളും നമ്മളെ സ്നേഹിക്കത്തില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വരുന്നു, അല്ലെങ്കിൽ എൻ്റെ വോയിസൊക്കെ ഭയങ്കരമായിട്ട് ഇടറുന്നുണ്ട്. അത് ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ മാത്രം കേട്ടോ. ഇതെന്തായാലും എനിക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കി തന്ന കുറച്ച് ഉണ്ണിയപ്പമാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ആ ഒരു അമ്മമാരുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെന്തുണ്ടാക്കിയാലും നമുക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആളുണ്ടാക്കി തന്ന ഉണ്ണിയപ്പമാണ്, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അത് ഈ ഒരു ഉണ്ണിയപ്പത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, അതെൻ്റെ അമ്മേനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം. ബൈ ബൈ.